അധ്യാപന ജീവിതത്തിന്റെ നീണ്ട 60 വർഷങ്ങൾ ബ്രില്യന്റിന്റെ വളർച്ചയ്ക്കൊപ്പം നിന്നുകൊണ്ട് അധ്വാനിച്ച അധ്യാപക ശ്രേഷ്ഠൻ. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാത്തച്ചൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സർ, സ്വാഗതം. മാത്തൻ സാറുമായിട്ട് എനിക്ക് 20-ലേറെ വർഷങ്ങളുടെ പരിചയവും ബന്ധവുമുണ്ട്. സാറിനെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ വർഷവും 2 കുട്ടികളുടെ ഹോസ്റ്റൽ ഫീസ്, ഫുഡും അക്കോമഡേഷനും ഉൾപ്പെടെയുള്ള ഹോസ്റ്റൽ ഫീസ് സൗജന്യമായി നൽകി സാറ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം A+ ലഭിക്കുകയാണെങ്കിൽ പോക്കറ്റ് മണി ആയിട്ട് സാറ് 1000 രൂപ എക്സ്ട്രാ കൊടുക്കാറുമുണ്ട്. അത്രയേറെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് മാത്തൻ സാർ. പാലാ സെൻറ് തോമസ് കോളേജിലും അതോടൊപ്പം പാലാ ബ്രില്യൻറ്റിലുമായി അധ്യാപന ജീവിതത്തിൻ്റെ 60 വർഷം പിന്നിട്ടിരിക്കുന്ന മാത്തൻ സാർ ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകൻ, 3 തലമുറകളെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾ. ഇത്രയും സീനിയർ അധ്യാപകൻ്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ പറ്റുക അത് നമ്മുടെ കുട്ടികളുടെ ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം കിട്ടുന്നത് അതിലേറെ വലിയ കാര്യമാണ്. മാത്തൻ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ മുഖത്തെ ആ ഒരു ചിരിയോടുകൂടി കുട്ടികളെ സമീപിക്കുകയും കുട്ടികൾ വളരെ ടെൻഷനോടെയും പേടിയോടെയും വരുന്ന നമ്മുടെ ഫിസിക്സ് ചാപ്റ്ററുകളെ മാത്തൻ സാറ് വളരെ ലഘൂകരിച്ച് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവതരിപ്പിക്കാറുണ്ട്. സാറിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ സാറിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വളരെ അവർക്ക് ഫിസിക്സ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് സാറിൻ്റെ ക്ലാസ് കഴിയുന്നതോടുകൂടി ഓരോ കുട്ടികൾക്കും ലഭിക്കാറുമുണ്ട്. കഴിഞ്ഞ 60-ലധികം വർഷമായിട്ട് കേരളത്തിലെ സയൻസ് വിദ്യാർത്ഥികളെ ഫിസിക്സ് പഠിപ്പിച്ച അധ്യാപകനാണ് മാത്തൻ സാറ്. എന്താണെന്ന് വെച്ചാൽ 1975 മുതൽ 2007 വരെ കാലഘട്ടങ്ങളിൽ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലെല്ലാം ഉള്ള പ്രീ ഡിഗ്രി ബുക്കുകളെ അതുപോലെ തന്നെ ഡിഗ്രിയുടെ സബ്സിഡറി ബുക്കുകളിൽ ഫിസിക്സ് എഴുതിയ അധ്യാപകനാണ് ബഹുമാനപ്പെട്ട മാത്തൻ സാറ്. അദ്ദേഹത്തോടൊപ്പം ഇത്രയും വർഷങ്ങൾ കൂടെ സഹപ്രവർത്തകനായി പഠിപ്പിക്കാനും കൂടെ പറ്റിയതും പിന്നീട് അദ്ദേഹത്തിൻ്റെ 60ാമത്തെ വാർഷികം ഒന്നിച്ച് ആഘോഷിക്കാനൊക്കെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പങ്കെടുത്തതൊക്കെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൊന്നാണ്. കാരണം അതെല്ലാവർക്കും കിട്ടിയ ഭാഗ്യമല്ല. ഞങ്ങളുടെ ഡയറക്ടേഴ്സായ ജോർജ് സാറിനെയും സ്റ്റീവൻ സാറിനെയും സെബാസ് സാറിനെയൊക്കെ ഡിഗ്രിക്ക് സബ്സിഡറി പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ തലമുറകളെ പഠിപ്പിച്ച അധ്യാപകൻ ബ്രില്യൻറ്റിലെ അധ്യാപകനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ബ്രില്യൻറ്റിൽ യൂസ് ചെയ്യപ്പെടുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഫിസിക്സ് സ്ട്രീമിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം. സാറിന്റെ സ്ഥലവും അതുപോലെ സാറിന്റെ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ സ്ഥലം മീനച്ചിൽ താലൂക്കിൽ മീനച്ചിൽ വില്ലേജിൽ മീനച്ചിൽ കരയിലാണ്. എല്ലാം മീനച്ചിലാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ അകലമേ ഉള്ളൂ. ബ്രില്യൻറ്റിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ 2 വർഷം മുമ്പ് മരിച്ചുപോയി. പിന്നെ എനിക്ക് 3 മക്കളാണുള്ളത്. അത് 2 പേര് പെണ്ണുങ്ങളാണ്. അവർ 2 പേരെ കെട്ടിച്ചു. 2 പേരും ആസ്ട്രേലിയയിലാണ്. ഒരാൺമകനുണ്ട്. ആ ആൺമകൻ എൻ്റെ കൂടെ താമസിക്കുന്നു. അവൻ്റെ 2 പിള്ളേരുണ്ട്. അവൻ്റെ വൈഫ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞാനും എൻ്റെ മകനും മകൻ്റെ കെട്ടിയവളും 2 പിള്ളേരുമായിട്ട് അമാന്യം സുഖമായിട്ട് കഴിയുന്നു. സാറിന്റെ അധ്യാപന ജീവിതം 60 വർഷം നമ്മളിപ്പം ഓൾറെഡി ബ്രില്യന്റിൽ ആഘോഷിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സാർ എങ്ങനെയായിരുന്നു ബ്രില്യന്റിലേക്ക് എത്തിയത്? ആ കഥയൊന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? ഞാൻ 1964 ജൂലൈ 1-നാണ് ലെക്ചറായിട്ട് പാലാ സെൻറ് തോമസ് കോളേജിൽ ജോയിൻ ചെയ്തത്. 1998 ജൂൺ 30-ന് റിട്ടയർ ചെയ്തു. അവിടുന്ന് റിട്ടയർ. പിറ്റേ ദിവസം ജൂലൈ 1-ന് ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനുള്ള കാരണം, ആ വർഷം ഫെബ്രുവരി മാസത്തിൽ
ഇവിടെ ജോർജ് സാറും സെബാസ്റ്റ്യൻ സാറും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, സാറ് ഈ വർഷം റിട്ടയർ ചെയ്യുകയാണല്ലോ, റിട്ടയർ ചെയ്യുമ്പോൾ മുതൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണം, അവിടെ പിള്ളേരെ പഠിപ്പിക്കണം, വേറൊരിടത്തും പോകരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ ഗുരുനാഥനും ലവ്ലി സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നതുമായ മത്തായി സാർ ഇത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. സാറിനോട് ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. പക്ഷേ സാറ് പറഞ്ഞത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം വന്നാൽ മതി. അപ്പോൾ ജോർജ് സാറിനും സന്തോഷ് സാറിനും സന്തോഷമായി. അവർ പറഞ്ഞു, സാറ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ അവിടെ വന്നാൽ മതി. അങ്ങനെ ജൂലൈ 1-ാം തീയതി അൽഫോൺസ കോളേജിന് മുമ്പിലുള്ള ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കെട്ടിടത്തിൽ ഞാൻ ചെന്നു, ജോയിൻ ചെയ്തു, പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം സാറ് വന്ന ആ ഒരു ജേണിയാണ് നമ്മൾ കേട്ടത്. അപ്പം നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ നമ്മുടെ അൽഫോൻസ കോളേജിന്റെ അവിടുത്തെ കെട്ടിടം എന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയായിരുന്നു? ബ്രില്യൻ്റ് അവിടെയാണോ, അവിടെ ആയിരുന്നോ അന്ന്? അവിടെ ആയിരുന്നു അല്ലേ? അവിടെ ആയിരുന്നു. ഒരു ബ്രില്യൻ്റ് തുടങ്ങിയിട്ട് ഒരു 5-8 വർഷമായി കാണുകയും അന്ന് അതൊരു ട്യൂഷൻ സെൻ്ററായിട്ടാണ് തുടങ്ങിയത്. 2-3 ഞാൻ ചെല്ലുന്നതിന് 2-3 വർഷം മുമ്പാണ് അത് ഈ കോച്ചിങ് സെൻ്ററാക്കി മാറ്റിയത്. ഞാൻ ചെന്നപ്പോൾ അവിടെ 2 മെഡിക്കൽ ബാച്ചും 1 എൻജിനീയറിംഗ് ബാച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 ബാച്ചും നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് പോലെയുള്ള ഒരു ക്ലാസ് മുഴുപ്പുള്ള ഒരു റൂമിലായിരുന്നു. അത് തിരിച്ചിരുന്നത് ഒരു തുണി ഇട്ടാൽ തിരിച്ചെന്നാണ് എനിക്കിപ്പോൾ ഓർമ്മ. അതോ ആസ്പെസ്റ്റോ ഷീറ്റാണോ എന്ന് സംശയം. അങ്ങനെ 2 ബാച്ച്. എൻജിനീയറിംഗ് ബാച്ച് താഴെയുള്ള ഷെഡിൽ നടത്തിക്കൊണ്ടിരുന്നു. അവിടെ 3 നടത്തി. ആ വർഷം ഭാഗ്യവശാൽ ദൈവാനുഗ്രഹത്താൽ ബ്രില്യൻറ്റിന് നല്ല റിസൾട്ട് കിട്ടി. അതുവരെ ലവ്ലിയിലായിരുന്നു കൂടുതൽ റിസൾട്ട്. അതിനുശേഷം ബ്രില്യൻറ്റിലേക്ക് പിള്ളേരുടെ ഒഴുക്ക് തുടങ്ങി. അപ്പോൾ സാറ് പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അന്നത്തെ ആ ഒരു ചെറിയ ഒരു 2-3 ക്ലാസ്സിൽ തുടങ്ങിയ അന്നത്തെ ബ്രില്യൻറ്റ് ഇപ്പം നമുക്ക് എണ്ണിയെടുക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു ബാച്ചുകളുടെ ഇതിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബ്രില്യൻറ്റ് തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെയുള്ള ആ ഒരു ബ്രില്യൻറ്റിൻ്റെ വളർച്ച സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സാർ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ സാറിന് തന്നെ പറയാൻ പറ്റുമായിരിക്കും അന്നത്തെ ആ ഒരു ബ്രില്യൻറ്റും ഇന്നത്തെ ബ്രില്യൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ആ സൗകര്യങ്ങളും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് സാറ് സംസാരിക്കാവോ? ആ വർഷം കഴിഞ്ഞ് പിറ്റേ വർഷം കുട്ടികൾ കൂടി. അപ്പോൾ അവർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻവശത്തും പാലാ ടൗണിലും 2 കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുത്തു. അവിടെ പിള്ളേരെ വെച്ച് പഠിപ്പിച്ചു. ഞങ്ങളവിടെ പോയി പഠിപ്പിച്ചു. റിസൾട്ട് കൂടി. വീണ്ടും പിള്ളേരുടെ എണ്ണം കൂടി. അവിടെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോഴാണ് കൊട്ടാരം കോളേജ് വാടകയ്ക്ക് എടുക്കുന്നത്. വലിയ തുക കൊടുത്ത കൊട്ടാരം കോളേജ് വാടകയ്ക്ക് എടുത്തത്. അവിടെ 14 മുറികളുണ്ടായിരുന്നു. ആ വർഷം 14 ബാച്ചായി. ഒരു 2 വർഷം 3 വർഷത്തിന് ഈ 14 ബാച്ച് എറണാകുളം കോളേജ് സെൻറ് തോമസ് കോളേജിൻ്റെ മുമ്പിലുള്ള കെട്ടിടത്തിൽ കൂടെയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെയും തികയാതെ വരുമെന്ന് തോന്നിയപ്പോൾ ഇവർ മുത്തോലി ക്യാമ്പസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ച് പ്ലാൻ വരച്ച് എ ബ്ലോക്ക് പണിയിച്ചു. എ ബ്ലോക്കിൽ 10-40 റൂമുകളുണ്ടായിരുന്നു. അത് 2 വർഷത്തിന് അതിന് പോയി. അങ്ങ് പോയപ്പോൾ അതിൽ കൊള്ളാതെ വന്നു. ബി ബ്ലോക്ക് പണിതു. ബി ബ്ലോക്ക് പണിത് 2 കൊല്ലം കഴിയുമ്പോൾ അതും തികയാതെ വന്നു. അടുത്തത് സി ബ്ലോക്കായി. സി ബ്ലോക്ക് പണിതു. അവിടെയും തികഞ്ഞില്ല. പിന്നെ അവിടെയുള്ള ഞങ്ങൾ പറയുന്നത് ശ്രീലങ്ക എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഒരു നിലയില്ലാത്ത ഒരു ഷെഡുണ്ട് ബ്രില്യൻ്റ് വാർക്കിൽ. അത് ഞങ്ങൾ ശ്രീലങ്ക എന്നാണ് പറയുന്നത്. ശ്രീലങ്കയിലും ഒരു 8-10 മുറികളുണ്ടായിരുന്നു. അവിടെയും ക്ലാസ് എടുത്തു. അതും തികഞ്ഞില്ല. ഇങ്ങനെ ഓരോ വർഷവും. ഇതെൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഒരു വർഷം പോലും റിസൾട്ട് ഒരല്പം പോലും ലാഗ് ചെയ്തിട്ടില്ല. ഈ ഗ്രാഫ് ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ ആ ഗ്രാഫിൽ ഒരു കുനിപ്പുണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ കാരണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എ ബ്ലോക്കായി, ബി ബ്ലോക്കായി, സി ബ്ലോക്ക്, ദെൻ ഇപ്പൊ ഡി ബ്ലോക്ക് വരെ എത്തി നിൽക്കുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിൽ ഈ ബ്ലോക്കുകളും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇനി ഇപ്പം തന്നെ വരേണ്ട ചാൻസ് കഴിഞ്ഞു. കാരണം ഇന്ന് ഞാൻ അറിയുന്നു, ഇന്ന് ഒരു പുതിയ ബാച്ച് വന്നിട്ടുണ്ട്. അതിന് ഇവിടെ ഒരിടത്തും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അടുത്തുള്ള CMA ഫാദേഴ്സ് നടത്തുന്ന ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്ത് വാടകയ്ക്ക് എടുത്തിട്ട്
അപ്പോൾ അവിടെയാണ് ഇന്ന് ക്ലാസ് തുടങ്ങി നടക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഇനി ഡി കഴിഞ്ഞ് ഈ ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ബ്രില്യൻ്റ് ഒറ്റ ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ ഇത്രയും ബാച്ചുകളിലേക്കോ അല്ലെങ്കിൽ ഇത്രയും സ്റ്റുഡൻസിലേക്കോ വന്നതല്ല. ഓരോ വർഷത്തിലും വന്ന റിസൾട്ടിൻ്റെ ബേസിസിൽ തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ ഈ ഒഴുക്ക് നമുക്ക് ബ്രില്യൻറ്റിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ഈ അധ്യാപന ജീവിതത്തിൽ സാർ ഇപ്പം ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പം നമുക്ക് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളുടെ ബേസിസിൽ നമുക്ക് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അന്ന് ആ ചെറിയ ക്ലാസ് മുറികളിൽ അന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളും ഇന്നിപ്പം നമ്മൾ ഇപ്പം ഈ 2024 എത്തി നിൽക്കുമ്പോൾ നമ്മളിപ്പം സ്റ്റുഡൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടോ സാർ? കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് കാലത്തിൻ്റെ മാറ്റമാണ്. 1998 ഇത് 2024. ലോകം മാറി, മനുഷ്യർ മാറി, സംസ്കാരം മാറി, സൗകര്യങ്ങൾ മാറി. അതിനെല്ലാം അനുസരിച്ച് സൗകര്യങ്ങൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് പിള്ളേർക്ക് കൊടുത്തു. അന്ന് ഓരോ ഇൻഡിവിജ്വൽ പിള്ളേരുടെയും വീട്ടുകാര്യങ്ങൾ വരെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് അറിഞ്ഞിരുന്നു. 4 സാറന്മാർ, സബാജ് സാറ്, ജോർജ് സാറ്, സ്റ്റീഫൻ സാറ്, സന്തോഷ് സാറ്, 4 പേരും എല്ലാ കുട്ടികളുടെയും വീട്ടുകാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചാണ്. അവർ ആരും ഒരുഴപ്പിനോ ഒന്നിനും പോയില്ല, പഠിത്തം മാത്രമേ അവർ. അന്നും ഇന്ന് 10,000 കുട്ടികൾ ഇവിടെയുണ്ട്. ആ 10,000 കുട്ടികളെയും നേര് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഈ ഡയറക്ടേഴ്സിന് അറിയാം. അല്ലെങ്കിൽ അതിന് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതാണ് ഈ കോളേജിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഡിസിപ്ലിന് കാരണം. അതെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്നതിൽ അല്ലെങ്കിൽ അവർക്ക് ആ വളർച്ച കിട്ടുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ അവരുടെ ആ സാഹചര്യങ്ങൾ ഓക്കെ ആകുമ്പോഴാണ് അവർക്ക് ആ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സിസ്റ്റവും നമുക്കിവിടെ അതിൻ്റെ പുരോഗതി, കാലം പുരോഗമിക്കുന്നതനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ഇവരെ കൂടി കൊടുക്കുക. ഇറ്റ് ഈസ് എ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ക്യാമ്പസ്. അതെ, സാറ് പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സ്റ്റുഡൻസിന് വേണ്ടി അവർക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സസും സൗകര്യങ്ങളും ദെൻ കാലത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി സാറിൻ്റെ അക്കാഡമിക് കോൺട്രിബ്യൂഷൻസിനെ പറ്റി നമുക്കറിയാമെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അത് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. എന്തൊക്കെയായിരുന്നു സാർ അക്കാഡമിക് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ 64 ജോയിൻ ചെയ്തതാണ്. അന്ന് പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പ്രീ ഡിഗ്രി ആയി. 2 വർഷത്തെ പ്രീ ഡിഗ്രി ആയി. ആ വർഷം ഞങ്ങൾ MSc ക്ലാസ്സുകളും തുടങ്ങി. അപ്പോൾ MSc, BSc, പ്രീ ഡിഗ്രി ഇങ്ങനെ 3 ബാച്ചുകളിൽ 3 തരം ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ പ്രീ ഡിഗ്രിക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം essay ക്വസ്റ്റ്യൻസ് ആയിരുന്നു. essay ക്വസ്റ്റ്യൻസ് അത് പുസ്തകം പഠിപ്പിച്ചാൽ അത് പിള്ളേർ എഴുതുമായിരുന്നു. 70 കഴിഞ്ഞപ്പോൾ 70കളിലേക്ക് വന്നപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. അതിനകത്ത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വന്നു, ഫില്ലപ്പ് ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് വന്നു, പ്രോബ്ലംസ് വന്നു. അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 1-2 essay ക്വസ്റ്റ്യനായി ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് അന്നത്തെ നിലവിലിരുന്ന പുസ്തകം അനുസരിച്ച് പഠിച്ചാൽ പിള്ളേർക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ഒരു ഗൈഡ് എഴുതുക എന്നുള്ളതാണ്. ഈ ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെയുള്ള വെച്ച് ഒരു ഗൈഡ് എഴുതി. അത് പബ്ലിഷ് ചെയ്യാൻ ഞാൻ വിദ്യാർത്ഥി മിത്രത്തിനെ സമീപിച്ചു. അവരത് സ്വീകരിച്ചു, പബ്ലിഷ് ചെയ്തു. നല്ല ഒരു പ്രചരണം അതിന് കിട്ടി. എല്ലാ പിള്ളേരും ആ ഗൈഡ് വാങ്ങിച്ചു, പഠിച്ചു. അവർക്കെല്ലാം വളരെ ഇഷ്ടമായി. 2 കൊല്ലം അങ്ങനെ പോയി. 2 കൊല്ലം അങ്ങനെ പോയപ്പോൾ ഞാനും എൻ്റെ 1-2 സഹപ്രവർത്തകരും, ആ സാർ അവർ ആരും എൻ്റെ ഇന്നില്ല, എൻ്റെ കൂടെ ഇല്ല. ഒന്ന് ലാസറ സാർ, ഒന്ന് ഇട്ടിയൂരാ സാർ, പിന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കൊല്ലം കോളേജിൽ പഠിപ്പിക്കുന്ന ഡോക്ടർ ജോസഫ്, PA ജോസഫ്. ആ ജോസഫ് സാറും കൂടി ആലോചിച്ച് നമുക്കൊരു ടെസ്റ്റ് അങ്ങ് എഴുതിയാൽ എങ്ങനെ ഇരിക്കും, പിള്ളേരുടെ ഈ തരം ക്വസ്റ്റ്യൻസും പ്രോബ്ലംസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിന് യോജിച്ച് ഒരു ടെസ്റ്റ് എഴുതിയാൽ എന്താണ്. ഞങ്ങളിരുന്ന് ആലോചിച്ചു, എഴുതി. വിദ്യാർത്ഥി മിത്രത്തിൽ പറഞ്ഞു ഇത് പബ്ലിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ശരി, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. ഞങ്ങൾ മാറ്റർ എഴുതി കൊടുത്തു, പുസ്തകം പ്രൂഫ് നോക്കി എല്ലാം ഭംഗിയാക്കി കൊടുത്തു. അവരത് പ്രിൻ്റ് ചെയ്തു. അവർക്ക് കേരളം മുഴുവനും ബ്രാഞ്ചസ് ഉണ്ട്, ഒരു 75% കോളേജുകൾ.
അത് പോയി. അതാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞങ്ങളുടെ ആദ്യത്തെ പബ്ലിക്കേഷൻ. അതിന് വളരെ സക്സസ് ആയതുകൊണ്ട്, അതിന് വളരെ സ്വീകാര്യത കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഇയറിലെ പുസ്തകം എഴുതുമല്ലോ എഴുതി. സെക്കൻഡ് ഇയറിലെ പുസ്തകത്തിൻ്റെ കൂടെ പ്രാക്ടിക്കൽ ഫിസിക്സും എഴുതി, മൂന്നാമത്തെ പുസ്തകം. അങ്ങനെ 3 പുസ്തകം എഴുതി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി സബിനും കൂടി ഒരു പുസ്തകം എഴുതിയാക്കാം കൊള്ളാം. ഫസ്റ്റ് ഇയർ സബിന് പുസ്തകം എഴുതി, സെക്കൻഡ് ഇയർ സബിന് പുസ്തകം എഴുതി, അവരുടെ പ്രാക്ടിക്കൽ ഫിസിക്സും എഴുതി, പ്രാക്ടിക്കൽ എഴുതി. അങ്ങനെ പുസ്തകങ്ങളുണ്ട്. ഒരു 80കളിലേക്ക് വന്നപ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ബൈഫർക്കേറ്റ് ചെയ്ത് MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ആയി. പ്രീ ഡിഗ്രിയുടെ സിലബസ് ഒന്ന് തന്നെയാണ്, അത് NCERTയുടെ സിലബസാണ്. പക്ഷേ സബ്സിഡിയറിയുടെ സിലബസ് മാറി. അപ്പോൾ വീണ്ടും ഞങ്ങൾ കേരളയ്ക്കൊരു സബ്സിഡറി എഴുതി, ബുക്സ് എഴുതി, MGക്ക് വേറെ ഒന്നായി. അപ്പോൾ 2 സബ്സിഡറി, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കേരളയ്ക്കും, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ MGക്ക് എഴുതി. അതിൻ്റെ കൂടെ 2നും പ്രാക്ടിക്കലും എഴുതി, പുസ്തകങ്ങളുടെ എണ്ണം കൂടി. അങ്ങനെ ഏകദേശം ഒരു 10 കൊല്ലം പോയി. അത് കഴിഞ്ഞപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഫോം ചെയ്തത്. അവിടെയും പ്രീ ഡിഗ്രിക്ക് എല്ലാം സെയിമാണ്, NCERT പുസ്തകങ്ങളാണ് ഫോളോ ചെയ്തത്. അപ്പം ഞങ്ങളുടെ പുസ്തകം വരുന്നു. പക്ഷേ സബ്സിഡറി എല്ലാം മാറി. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും 3 പുസ്തകങ്ങൾ വീതം എഴുതിയിട്ട്, അപ്പോൾ 12 പുസ്തകം. 12 പുസ്തകം. അതിൻ്റെ കൂടെ പ്രീ ഡിഗ്രിയുടെ 3 പുസ്തകം, 12 15. ഇങ്ങനെ ഓരോ വർഷവും അവർ സിലബസ് റിവൈസ് ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും വിദ്യാർത്ഥി മിത്രം പബ്ലിഷ് ചെയ്ത് കേരളം മുഴുവൻ വിതരണം ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോൾ അവസാനം ഞാൻ BSc മെയിൻ്റെ പ്രാക്ടിക്കലിൻ്റെ പുസ്തകം കൂടെ എഴുതാമെന്ന് വെച്ചു. അതൊരു വലിയൊരു അറ്റംപ്റ്റായിരുന്നു. 100-120 പ്രാക്ടിക്കൽ എഴുതണമായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടി എഴുതി അതും പബ്ലിഷ് ചെയ്തു. അതിന് ഭയങ്കര സ്വീകാര്യത. മറ്റുള്ള പുസ്തകങ്ങൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത അതിലായിരുന്നു. അപ്പൊ എന്താണേലും ഇത്രയും ബുക്സ് എഴുതാനുള്ള ആ ഒരു സമയം സാറ് കണ്ടെത്തി എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. ജോലിയുടെ ഇടയ്ക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത്. അവധിക്കാലം മുഴുവൻ ഇതിനായിട്ടാണ് പ്രയോഗിച്ചത്. ശരിക്കും ഫിസിക്സിന്റെ ആ ഒരു തോട്ടിൽ തന്നെയായിരുന്നു സാറിന്റെ ഫുള്ള് ലൈഫ് പൊക്കോണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വ്യക്തമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ സാർ ആ ക്വസ്റ്റ്യൻസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സാറിന്റെ ആ ഒരു കഴിവ് നമുക്ക് ഈ ബ്രില്യന്റിലും അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വേണം. ഇവിടെ ഇപ്പൊ എന്നോട് ഏത് ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞാലും ഒരു വിഷമം കൂടെ ഇല്ല. ഒരു 2-3 ദിവസം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഏത് ചാപ്റ്റർ. ശരിക്കും നീറ്റിന്റെ ആ ക്വസ്റ്റ്യൻ പാറ്റേൺസിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് സാർ, നേരത്തേതിലും ഇപ്പോഴത്തേതിലും തമ്മിൽ വന്നിട്ടുണ്ട് അല്ലേ? എല്ലാ അതായത് ജെയുടെ ആണെങ്കിലും നീറ്റിലും ഒക്കെ ആണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പം അവിടുത്തെ എളുപ്പമായിട്ടാണോ അതോ നമ്മൾ കുറച്ചുകൂടി ടഫായിട്ടാണോ? അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തില്ല. ചില വർഷങ്ങൾ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില വർഷം വളരെ ഡിഫിക്കൽട്ടാണ്, ചോദിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഈ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായി പോയതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് ഇത്രയും ഡെപ്തിൽ പഠിച്ചിട്ട് അല്ലേ എക്സാംസ് സിമ്പിൾ. അങ്ങനെ ക്വസ്റ്റ്യൻ സിമ്പിളായി പോയാൽ അതിന് ദൂഷ്യം ചെയ്ത് നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ. ശരിയാണ്. ക്വസ്റ്റ്യൻസിന് ഒരു സ്റ്റാൻഡേർഡ് വേണം. അത് സിമ്പിളാകാനും പാടില്ല, വളരെ ഡിഫിക്കൽട്ടാകാനും പാടില്ല. ഒരുവിധം പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാവുന്നതായിരിക്കണം. ഇതിപ്പം വളരെ സിമ്പിളായി പോയാൽ നല്ലപോലെ പഠിക്കുന്ന പിള്ളേർക്ക് പലരും മിസ് ചെയ്തു പോയി. അതാണ് എൻ്റെ അഭിപ്രായം. സാർ ഇപ്പം എനിക്ക് ഇനിയും ചോദിക്കാനുള്ള ഒരു കാര്യം, സാർ ഇപ്പം ക്ലാസ്സുകൾ എടുക്കാൻ തന്നെ പല പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റി. അപ്പം അതെങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാം? ഞാൻ 75 കഴിഞ്ഞ കാലങ്ങളിൽ നൈജീരിയയ്ക്ക് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഇവിടുന്ന് സാറന്മാർ ഒരുപാട് പേരെ കയറ്റി അയക്കുകയായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കിട്ടുക ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് നൈജീരിയയിലുണ്ടായിരുന്നു. ആ ഫ്രണ്ട് എൻ്റെ പേര് അപ്ലൈ ചെയ്ത് എനിക്ക് പകരം ഒപ്പിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവർ അപ്രൂവ് ചെയ്തപ്പോൾ ആ ഫ്രണ്ട് ഇങ്ങോട്ട് അയച്ചു, ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വരാം. പിറ്റേ ആഴ്ചയിൽ
പ്ലെയിൻ ടിക്കറ്റ്, ഫാമിലിക്കുള്ള പ്ലെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ അങ്ങ് വരുന്നത്. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ പോയി, ഫാമിലി ഉൾപ്പെടെ പോയി. 5 വർഷം. അതിൽ 3 വർഷം നൈജീരിയയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. ആ സമയത്ത് അവിടുത്തെ അഹമ്മദ് ബെല്ലോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിനൊരു വേക്കൻസി അവർ അഡ്വർടൈസ് ചെയ്തു. ഞാൻ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തു. കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ വേറെ ഒരു MSc കാരൻ, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഇത് B.Ed കോളേജിലാണ്, നമ്മുടെ ഇവിടുത്തെ B.Ed കോളേജിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിലാണ്. അപ്പം ടീച്ചിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഡിഗ്രി ഇല്ല, PhD ഇല്ല, PGDC ഇല്ല, ഒന്നുമില്ല, MSc മാത്രം. പക്ഷേ അന്ന് എൻ്റെ മുതൽക്കൂട്ടായിട്ട് എൻ്റെ പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുമായിട്ട് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് വന്നു. ഈ പുസ്തകം ടേബിളെ വെച്ചിട്ട് ഇതെല്ലാം ഞാൻ എഴുതിയ പുസ്തകമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ, യു ആർ അപ്പോയിൻറ്റഡ്. അവിടെ PhD-കാർ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു, PGDC-കാരുണ്ടായിരുന്നു, ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു. അവരെ ആരെയും എടുത്തില്ല. ഒള്ളി മെറിറ്റ്, എനിക്കുള്ള ഒരേ മെറിറ്റ് ഈ പുസ്തകമാണ്. അവരതാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. അത് വെച്ച് എനിക്ക് അതോ പഠിപ്പിക്കുന്ന എവിടെയാണ്? B.Ed കോളേജ്. നമ്മുടെ ഇവിടുത്തെ B.Ed കോളേജിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു കോളേജിലാണ്. ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഞാൻ അവിടെ പോയി അത് പഠിപ്പിച്ചു. അവരുടെ ടീച്ചിങ് കോച്ചിങ്ങിന് പോയി, ടീച്ചിങ്ങിന് എക്സാമിനേഷൻ മാർക്ക് ഇട്ടു. ഇതെല്ലാം ചെയ്തു 2 വർഷം. ശരിക്കും അവർ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിനപ്പുറം ക്വാളിറ്റി എന്നുള്ള കാര്യം അവർ മുൻനിർത്തിയാണ് ശരിക്കും സാറിനെ സെലക്ട് ചെയ്തതെന്ന് വേണം പറയാൻ. അപ്പൊ ശരിക്കും സാറിന്റെ ഈ ഒരു 60 വർഷത്തെ ആ ഒരു അധ്യാപന ജീവിതം അത് നമ്മുടെ ബ്രില്യൻറ്റിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ളത് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ശരിക്കും സാറിന്റെ സംഭാവനകൾ എപ്പോഴും നമ്മൾ സ്മരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സാറിന്റെ ആ ഒരു 60 വർഷത്തെ അധ്യാപന ജീവിതം ഇവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയതും. പിന്നെ സാറ് നമ്മൾ ഇപ്പം ഡയറക്ടേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ബ്രില്യൻറ്റിന്റെ ഒരു സിസ്റ്റം, മാനേജ്മെന്റ് സിസ്റ്റം, ഇതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇതിൽ പരം നല്ലൊരു മാനേജ്മെന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. ഇത്ര സിമ്പിളായിട്ടുള്ള, ഇത്ര എഫിഷ്യൻ്റായിട്ട് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. MBA പാസ്സായ ഒരു 3-4 പേർക്ക് PhD-ക്ക് സ്കോപ്പിനുള്ള സകല മാറ്റം ഇവിടെ ഉണ്ട്. കാര്യം ഈ ഡയറക്ടേഴ്സ് ആരും MBA-ക്കാരില്ല. പക്ഷേ MBA-ക്കാർ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുന്നത് മുകളിലുള്ള ടോപ്പിലുള്ളവരെ അല്ല, ഫ്രം ദി ഡൗൺ, ഏറ്റവും താഴ്ന്ന ആൾ മുതൽ ഏറ്റവും ടോപ്പിലുള്ളവരെ ഒരേ പരിഗണന. സാർമാരെ എല്ലാവരെയും സ്നേഹമായിട്ട് വരുക, ഈക്വലായിട്ട് അവർ കണക്കാക്കും. അവരുടെ ഒപ്പം പോയിരുന്ന് ഭക്ഷണം കഴിക്കും, അവരുടെ ഒപ്പം പോയിരുന്ന് വർത്തമാനം പറയുന്നു, അവരുടെ ഒപ്പം ചെയ്യും. അത് ടീച്ചേഴ്സിനോട് മാത്രമല്ല, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അവരോടും കണ്ടാൽ വർത്തമാനം പറയാതെ ഇവർ മാറിയില്ല. അന്നത്തെ അവരുടെ ഡ്രസ്സ് തന്നെയാണ് ഇന്നും അവരുപയോഗിക്കുന്നത്. ഒരു ഡ്രസ്സിനൊന്നും ഒരു ജാടയും അവർക്കുണ്ടായിട്ടില്ല. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇവിടുത്തെ ജോലിക്കാർക്ക് ഒരു സങ്കടങ്ങളും ഉണ്ടായിട്ടില്ല. ആരും ഒരു പിറുപിറുപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് മാത്രമല്ല ഡയറക്ടേഴ്സ് ശ്രദ്ധിച്ചിരുന്നത്, അവരുടെ വീട്ടുകാര്യങ്ങൾ, അവരുടെ മക്കളുടെ വിവാഹം, അവിടെ ഒരു മരണാവശ്യം ഉണ്ടെങ്കിൽ, അവർക്ക് ഒരു വീട് വെക്കാനുണ്ടെങ്കിൽ, അവിടെയെല്ലാം ഇവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ആ ഒരു കോപ്പറേഷൻ ഇവിടെ ആരും, ഈ ഒരു ജോലിക്കാരും ഈ മാനേജ്മെൻറ്റിനെ ഒരു കുറ്റം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, സാർമാരുടെ ഇടയിലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സാർമാരും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫും ഇവിടെ മറ്റുള്ള ജോലിക്കാരും ഇങ്ങനെ ഡ്രൈവേഴ്സ് വരെ ഇതെല്ലാം ഒറ്റ ഉദ്ദേശത്തിലോടുകൂടിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, ബ്രില്യൻറ്റിൻ്റെ നന്മ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രില്യൻറ്റ് കുടുംബം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്, വളരെ അർത്ഥവത്താണ്. ബ്രില്യൻറ്റ് കുടുംബം, ഇത് ബ്രില്യൻറ്റ് കുടുംബമാണ്. ഇവിടെയുള്ള ഒരു ജോലിക്കാർക്കും വേറൊരു ലക്ഷ്യവുമില്ല. ഇവിടുത്തെ ഉയർച്ച എന്നല്ലാതെ വേറൊരു ലക്ഷ്യവുമില്ല. കൂടുതൽ പിള്ളേരെ പാസ്സാക്കി വിടുക, കൂടുതൽ ഉയർച്ച ഉണ്ടാക്കുക. ആരും ഇവിടെ ശമ്പളം പോരെന്ന് പറഞ്ഞ് ഒരു സമരം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ സൗകര്യങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയാൻ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഡയറക്ടേഴ്സ് ഡൗൺ എടുക്കുക, ഡൗൺ ഫ്രം ദി എർത്താണ് അവർ പൊങ്ങി വരുന്നത്. പിന്നെ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഏതാവശ്യം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണ്.
ഇപ്പോൾ ഒരു കുട്ടിക്കൊരു ആവശ്യം, ഇവിടെ ഒരു കുട്ടി കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കുട്ടി കരഞ്ഞാൽ അപ്പോഴേ വേറെ സാറുമാരെ അല്ല പറഞ്ഞു വിടുക, ഡയറക്ടർ നേരെ അവിടെ വരും. ഇവർ 4 പേരിൽ ആരെങ്കിലും ഒരാൾ അവിടെ വരും. അവിടെ വന്ന് ആ കാര്യം അന്ന് തന്നെ പരിഹരിച്ചിരിക്കും. ഒരസുഖം വന്നാലും അവർ പരിഹരിച്ചിരിക്കും, അന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിനൊന്നും ഒരു വ്യത്യാസവുമില്ല. അത് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ എങ്ങനെയാണോ അധ്വാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ബ്രില്യൻറ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാർ, ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കൂടെ തന്നെ ജീവിച്ച ആളാണ് സാർ. അപ്പോൾ സാറിന് ഇവിടുന്ന് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? ഒരനുഭവം പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ ഒരിക്കലും മറക്കില്ലാത്തൊരു കാര്യമാണ്. ഞാനിവിടെ 9ലാണോ 10ലാണോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ പീരീഡ് അവിടെ എ ബ്ലോക്കിൽ 2ാമത്തെ നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് കാണും. അപ്പോൾ എനിക്ക് ബോർഡിൽ എഴുതാൻ അടുത്തത് എന്താ എഴുതണമെന്ന് അറിയത്തില്ല. അത് മുഴുവൻ ബ്ലാങ്ക് ഔട്ടായി. ഞാൻ എഴുതിയതിൻ്റെ കാര്യം എന്താ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി എന്നതാ എഴുതേണ്ടത് അതും കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു കിട്ടുന്നില്ല. ഇനി എന്നാ പറയേണ്ടത് കിട്ടുന്നില്ല. ഫിസിക്സ് എൻ്റെ ബ്രെയിനിൽ നിന്നേ പോയി. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, വേറെ എനിക്ക് അസുഖം തലകറക്കോ ക്ഷീണോ ഒന്നുമില്ല, ഈ ഫിസിക്സ് എന്നുള്ള കാര്യം എൻ്റെ തലേന്ന് കംപ്ലീറ്റ് പോയി. ഒരു വാക്ക് എഴുതാനോ ഒരു ഫോർമുല എഴുതാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് നിന്ന് കാണും, ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നുമില്ല, ഞാൻ പോക്കായി എന്ന് വിചാരിച്ച് ഞാൻ പിള്ളേരോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഞാൻ വേറെ സാറന്മാരിപ്പോൾ വരും. ഞാൻ താഴെ സ്റ്റാഫ് റൂം താഴെയായിരുന്നു, താഴെ പോയി അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ദീപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ എന്നാ സാറ് ക്ലാസ് നിർത്തി പോകുന്നതെന്ന് പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി, ഫിസിക്സ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഒരു ഡ്രൈവറെ വിട്ട് എൻ്റെ കാറയിൽ എന്നെ വീട്ടിലൊന്ന് എത്തിക്കണം എന്ന്. ദീപ അത് കേൾക്കാത്ത പാതി ജോർജ് സാറിനോട് പറഞ്ഞു. ജോർജ് സാർ ഒരു സന്നാഹമായിട്ട് ഒരു 3-4 പേരുമായിട്ട് വന്നു. സാറേ എന്നാ? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഫിസിക്സ് എനിക്കിപ്പോൾ മറവിയാണ്, ഒന്നും ഓർക്കുന്നില്ല. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ മക്കളുടെ പേര് ഓർക്കുന്നുണ്ട്, ഭാര്യയുടെ പേര് ഓർക്കുന്നുണ്ട്, ബന്ധുക്കളുടെ പേര് ഓർക്കുന്നുണ്ട്, പക്ഷേ ഫിസിക്സിലെ ഒരു കാര്യവും ഓർക്കുന്നില്ല. ഉടനെ എന്നെ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയി വിടണം എന്ന് ജോർജ് സാറിനോട് പറഞ്ഞു. ജോർജ് സാർ, അയ്യോ അത് പറ്റിയില്ല സാറ്, ഹോസ്പിറ്റലിൽ പോകാതെ പറ്റിയില്ല. ജോർജ് സാർ തന്നെ മറ്റേ 2 പേരും കൂടെ താങ്ങിപ്പിടിച്ച് എന്നെ അവിടെ ഒരു കാറെ കയറ്റി നേരെ മരീൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ 1-2 ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. അത് കഴിഞ്ഞു CT എടുക്കണമെന്ന്, തലയുടെ CT എടുക്കണം, തലയുടെ CT സ്കാൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം കിടക്കട്ടെ, അഡ്മിറ്റ് ചെയ്യണം. ഇതിനെല്ലാം ജോർജ് സാറാണ് കൂടെ നിൽക്കുന്നത്. അഡ്മിറ്റ് ചെയ്തിട്ടും എനിക്ക് ഒരു ഓർമ്മയില്ല, ഫിസിക്സ് ഓർക്കുന്നില്ല, ബാക്കിയുള്ളതെല്ലാം. അതിനോടകം ഇവർ വീട്ടിൽ വിവരം അറിയിച്ചു. ആകെ ബഹളം. അവരെല്ലാം കൂടി ഓടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എല്ലാവരെയും ഞാൻ അറിയും, പക്ഷേ ഫിസിക്സിൻ്റെ ഒരു കാര്യം പോലും, ഒരു ഫോർമുല പോലും, ഒരു ലോ പോലും എനിക്കറിയത്തില്ല. ഞാൻ അവരെ എല്ലാവരെയും പേര് ചൊല്ലി വിളിച്ചു, അവരെ പേര് പറഞ്ഞു, ബന്ധങ്ങൾ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. അതെല്ലാം ശരിയാണ്, പക്ഷേ ഫിസിക്സിൻ്റെ ഞാൻ ഉച്ച കഴിഞ്ഞ് അവിടെ ചുമ്മാ കണ്ണുടച്ച് കുറേ നേരം കിടന്നു. 3 മണിയായപ്പോൾ ദൈവാനുഗ്രഹം മാത്രം എൻ്റെ ഓർമ്മ തിരിച്ചു വരാൻ തുടങ്ങി. ഫിസിക്സിൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഭാഗം പറഞ്ഞു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ പറ്റി ചിന്തിച്ചു, അതും തിരിച്ചു വന്നു. ഫോർമുലകളെല്ലാം തിരിച്ചു വന്നു, ചാപ്റ്റേഴ്സ് എല്ലാം തിരിച്ചു വന്നു. ഞാൻ നോർമലായി. അപ്പോൾ ഡോക്ടർ വന്നു, ആ സ്കാനുമായിട്ട് പേപ്പറുമായിട്ട് വന്നു. സാറേ, സാറിൻ്റെ ബ്രെയിനിലെ ഒരു ചെറിയ ഞരമ്പ് പൊട്ടിപ്പോയി, അതാണ് സംഭവിച്ചത്. ദൈവം വന്ന് എൻ്റെ ആ ഞരമ്പ് കൂട്ടിപ്പൊട്ടിച്ചു. ഒരു മരുന്നും കഴിച്ചില്ല, ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല, ഒരു കാര്യവും നടന്നില്ല. ദൈവം വന്ന് ആ ഞരമ്പ് കൂട്ടിപ്പൊട്ടിച്ചു. ആ ചിപ്പിലേക്ക് മെമ്മറി, ഫിസിക്സിൻ്റെ ചിപ്പിലേക്ക് കണക്ഷൻ കിട്ടി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഏതായാലും ഇവിടെ കിടക്കുന്നെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ കിടത്തി. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം കോളേജിൽ വന്നു, ഇവിടെ ബ്രില്യൻ്റ് വന്നു, പെർഫെക്റ്റ്ലി ഓക്കെ. അത് മുഴുവൻ ചെയ്ത് ജോർജ് സാറാണ്. ആ ഓർമ്മ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നെ വീട്ടിലായിട്ട് അവിടെ വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആ ഇത് അതോടെ തീർന്നേനെ.
ഇപ്പോഴും ബാക്കി എൻ്റെ വീട്ടുകാര്യങ്ങൾ മറത്താലും ഫിസിക്സിലെ പ്രിൻസിപ്പിൾ ഞാൻ മറക്കില്ല. ശരിക്കും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് ആ സമയത്ത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് ഐഡിയ കിട്ടാത്തൊരു സാഹചര്യമാണ്. സാർ അതിനെ തരണം ചെയ്തു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം. അതായത് മരുന്നില്ലായിരുന്നു. ഡോക്ടർ യാതൊരു ചികിത്സയും നടത്തിയില്ല, അവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞു. ദൈവം കൊണ്ടുവന്ന് കൂട്ടിമുട്ടിച്ചു. ആ പൊട്ടിപ്പോയതാണ്. അയാൾ ആ സ്കാനിൽ എന്നെ കാണിച്ചു, ഇതാ ആ ഞരമ്പ് പൊട്ടിപ്പോയി. അത് ഫിസിക്സിൻ്റെ ചിപ്പിലേക്കുള്ള ഞരമ്പായിരുന്നു. അങ്ങനെ ആ കണക്ഷൻ എന്താണേലും ദൈവം അനുഗ്രഹിച്ച് ദൈവാനുഗ്രഹം യാതൊരു സംശയമില്ല. നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണം പറയാനല്ലേ. ഇന്ന് വരെയും അവിടെ കിടക്കേണ്ടി വന്നു. എന്താണേലും നമുക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് ബ്രില്യന്റിന്റെ ആ തുടക്കകാലം തൊട്ട് ഇന്ന് വരെ ദൈവാനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ സാറിൻ്റെ ആ ഒരു കുട്ടികളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രില്യൻ ഫാമിലിയോടുള്ള സ്നേഹം കൊണ്ടും സാറിന് ഇത്രയും നാളും നമ്മുടെ ബ്രില്യൻറ്റിനൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം സാറിന് കിട്ടി. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ബ്രില്യൻ ഫാമിലിക്കും കിട്ടി എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ സാറെ നമ്മളോട് കൂടി ഇത്രയും നേരം സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റി. ദെൻ നമ്മുടെ ബ്രില്യൻ ഫാമിലിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. ഒത്തിരി സന്തോഷം സാർ. സാറിൻ്റെ മുന്നോട്ടുള്ള ജീവിതവും ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ, ഏറ്റവും സന്തോഷപ്രദമാകട്ടെ. ഇനിയും ബ്രില്യൻറ്റിനൊപ്പം തന്നെ നിന്ന് ബ്രില്യൻറ്റിനൊപ്പം തന്നെ ജീവിക്കാനുള്ള അനുഗ്രഹം സാറിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.